ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചില്ലി ചിക്കനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു നാരങ്ങ വേണം, പിന്നെ വേണ്ടത് 2 തക്കാളി, 3 സവോള, 5 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാപ്സിക്കം. ഇതെല്ലാം ചതുരത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തക്കാളിയുടെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞാണ് ചതുരത്തിൽ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ചിക്കൻ ആദ്യമേ ഒന്ന് മുളക് തിരുമ്മി വെക്കണം. അതിനുവേണ്ടി ഒരു നാരങ്ങയുടെ നീര് അതിലേക്ക് ചേർക്കാം. അതുപോലെ ഒരു മുട്ടയുടെ പകുതിയും ഈ ചിക്കനിലേക്ക് ചേർക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടി 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ വേണ്ടത് 1 സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഇത് അരമണിക്കൂർ ഉപ്പും മുളകും ഒക്കെ പിടിക്കാനായിട്ട് ചിക്കൻ വെക്കണം. ഇപ്പോൾ ചിക്കൻ മുളക് തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഒന്നും കൂടെ തിരുമ്മിയെടുക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിന് ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയാണെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ, ഇല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കുക. ഇപ്പം ചിക്കൻ നന്നായിട്ട് മൂത്ത് കിട്ടി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മുഴുവൻ ചിക്കനും ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. ഇപ്പം മുഴുവൻ ചിക്കൻ പീസസും വറുത്ത് കഴിഞ്ഞു. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഇനി കറി ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചു. ഒത്തിരി എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എണ്ണ 2 സ്പൂൺ എണ്ണ മാത്രമേ എടുത്തുള്ളൂ, ബാക്കി മാറ്റി. ഈ കറി ചെയ്യുന്നത് നല്ലപോലെ തീ കൂട്ടിയിട്ടാണ്. ഇപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പതുക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയെല്ലാം ഒന്ന് വാടിയാൽ മതി, ഒത്തിരി വഴറ്റുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിടി നിറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്തോരം ചേർക്കുന്നോ അത്രയും നല്ലതാണ് ഈ കറിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പം ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിന് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളിയുടെ ഉള്ളിലെ കുരുവെല്ലാം മാറ്റിയിട്ടാണ് തക്കാളി അരിഞ്ഞെടുത്തത്. ഇപ്പം തക്കാളിയും ക്യാപ്സിക്കം എല്ലാം വാടിക്കഴിഞ്ഞു. ഇത്രയും മതി, കൂടുതൽ വാടി കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചാറിന് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അത് വെള്ളത്തിൽ കലക്കി അത് ഈ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറൊന്ന് തിക്കായി വരാനാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒത്തിരി ചാറില്ലാതെയാണ്, ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാവും. അത്രയും മതി. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. ഇതിൽ മല്ലിയിലയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചേർക്കുന്നില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ റെഡിയായി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചില്ലി ചിക്കൻ്റെ അതേ സ്വാദ് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.